ശിശുപ്രതിഷ്ഠയുടെ സമയത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു. നമുക്ക് കൂടെ കൂടെ ശിശുപ്രതിഷ്ഠകളുള്ളതുകൊണ്ട് സത്യമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ശരീരത്തിൻ്റെ ബലം കുറയുന്നതിനനുസരിച്ച് രണ്ടാമതൊരാൾ ടേക്ക് ഓവർ ചെയ്യണം. പക്ഷേ ശിശുപ്രതിഷ്ഠ കുറയരുത്. കർത്താവിൻ്റെ വരവ് വരെ ഇതിവിടെ തുടരണം. അത് കഴിഞ്ഞാലും തുടരും, കുറച്ച് 6-7 കൊല്ലത്തേക്കൂടെ തുടരും. നമുക്ക് അതുവരെ ഗൗരവമായിട്ടിത് കൊണ്ടുപോകണം. ശിശുപ്രതിഷ്ഠയുടെ ഏറ്റവും പ്രധാന ഭാഗം കുഞ്ഞിൻ്റെ മുമ്പിൽ മാതൃകയായി ജീവിക്കുവാനും തങ്ങളുടെ കഴിവിൻ്റെ പരമാവധി കർത്താവിനെക്കുറിച്ച് കുഞ്ഞിന് മനസ്സിലാക്കി കൊടുക്കുവാനും മാതാപിതാക്കൾ പ്രതിഷ്ഠിക്കുന്നതാണ്. ഞാൻ ഇന്ന് ആ മാതാപിതാക്കളോട് ചോദിക്കും, അതുപോലെ ശ്രേഷ്ഠവും മാന്യവുമാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നയാൾ സഭയുടെ മുമ്പിലും കുടുംബത്തിൻ്റെ മുമ്പിലും കുഞ്ഞിൻ്റെ മുമ്പിലും മാതൃകയായി ജീവിക്കുക, മാതൃകാ ജീവിതം കാഴ്ചവെക്കുക. ഒരുപാട് പേര് പറയുന്ന ഒരു പ്രസ്താവന ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങളെ ആരെയും നോക്കണ്ട, ഞങ്ങളൊക്കെ ബലഹീന മനുഷ്യരാണ്, നിങ്ങളെപ്പോലെ തന്നെ കർത്താവിനെ മാത്രം നോക്കിയാൽ മതി. അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളിൽ ഒരാളായിരുന്നെങ്കിൽ ഞാനും താഴെ ഇരിക്കുകയുള്ളായിരുന്നു, ഇവിടെ ഇരിക്കുകയില്ല. ഞാനിവിടെ നിൽക്കാനുള്ള കാരണം ദൈവസന്നിധിയിൽ ഒരു പ്രാഗൽഭ്യം ഉള്ളതുകൊണ്ടാണ്. സഭയുടെ മുമ്പിൽ മാതൃകയാകുവാൻ കർത്താവിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുക. ഇതിനകത്ത് പങ്കെടുക്കുന്ന ദൈവമക്കൾ മറക്കരുത്, നമ്മിൽ ഓരോരുത്തരും ദൈവസഭയ്ക്കും എന്നുള്ള ചുറ്റുവട്ടങ്ങൾക്കും മാതൃകകളായിരിക്കണം. ഒരു കുഞ്ഞിനെ പ്രതിഷ്ഠിക്കുന്നതിൽ മാതാപിതാക്കളുടെ പങ്ക് അതാണ്. സഭയുടെ പങ്കിത ദൈവത്തിനൊരു പങ്കുണ്ട്. തനിക്ക് കൊള്ളാവുന്ന ഒരു പാത്രമാക്കിയ പൈതലിനെ രൂപീകരിക്കുക, ശുദ്ധീകരിച്ച് തൻ്റെ ആത്മാവിനാൽ ആ പാത്രത്തെ നിറയ്ക്കുക. ഈ കൊച്ചു പ്രായത്തിങ്കൽ കർത്താവിങ്കൽ സമർപ്പിക്കപ്പെട്ട് ദൈവിക മാതൃകയിൽ ആ കുഞ്ഞിനെ വളർത്തിയെടുക്കുന്ന മാതാപിതാക്കളുടെ കയ്യിലൂടെ ദൈവസാന്നിധ്യം ആ പൈതലിൻ്റെ മേലിരിക്കും. ആ കുഞ്ഞിൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ വൻകൃപകൾ പകർന്നു വെക്കുവാൻ ഒരു പാത്രമായി ദൈവം ആ കുഞ്ഞിനെ ഉപയോഗിക്കും. ഇതാണൊരു സഭയ്ക്ക്, ഒരു കുടുംബത്തിന്, മാതാപിതാക്കൾക്ക് ദൈവത്തിങ്കലുള്ള ഏറ്റവും വലിയ പ്രത്യാശ. ഇന്ന് പകൽ ഈ പൈതലിൻ്റെ മുമ്പിൽ മാതൃകയായി ജീവിക്കാൻ നിങ്ങൾ തീരുമാനിച്ചു. ഗ്രാൻഡ് പേരൻസ് വന്നിട്ടുണ്ടോ? ഗ്രാൻഡ് പേരൻസ് വന്നിട്ടുള്ളവർ ദയവായി ഒന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ കർത്താവിൽ അപേക്ഷിക്കുന്നു. ഗ്രാൻഡ് പേരൻസിനാണ് നിശ്ചയമായും ഈ കുഞ്ഞിനെ ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ ഈ കുഞ്ഞിനെ കാണുന്നതിൽ മാതാപിതാക്കളെക്കാൾ കൂടുതൽ താല്പര്യമെന്ന് എനിക്കറിയാം, പ്രശംസ എന്നെനിക്കറിയാം. വി കൺഗ്രാജുലേറ്റ് യു. ദൈവം നിങ്ങൾക്ക് തന്ന അനുഗ്രഹത്തിൽ ഞങ്ങൾ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ഞാൻ ഈ സമയം മാതാപിതാക്കളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ച ഈ കുഞ്ഞിനെ ദൈവിക ക്രിസ്തീയ മാർഗത്തിൽ മാതൃകയിൽ വളർത്തുവാൻ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. നിങ്ങൾ പ്രതിഷ്ഠിക്കുന്നെങ്കിൽ കുഞ്ഞിനെ വളർത്താൻ ആവശ്യമുള്ള ദൈവകൃപ, ക്ഷമ, സഹനശക്തി, സാമ്പത്തികം, ഇത് മുഴുവനും ദൈവം നിങ്ങളുടെ കയ്യിൽ തരും. ദൈവം തന്നെ ഉറവുകൾ തുറന്ന് ആ കുഞ്ഞിനെ സഹായിക്കും. നിങ്ങളുടെ പ്രതിഷ്ഠയാണ് വലുത്. സഹോദരനത് തീരുമാനിച്ചല്ലോ, സഹോദരി തീരുമാനിച്ചല്ലോ. നമുക്കൊരുമിച്ച് ഈ പൈതലിനെ ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിക്കാം. ദയവായി എല്ലാവരും എഴുന്നേറ്റ് നിന്നാലും. ഞാൻ കുഞ്ഞിനെ എടുക്കുന്നില്ല, എടുക്കാനുള്ള ആരോഗ്യം പറഞ്ഞുപോയി. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഈ പിഞ്ചു പൈതലിനെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പൈതലിനെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ കുഞ്ഞിനെ ഞങ്ങൾ തിരുനാമത്തിനായി പ്രതിഷ്ഠിക്കുന്നു. ഈ പൈതലിൻ്റെ ആയുസ്സിൽ ഒരിക്കലും ദൈവകൃപ വിട്ട് പിന്മാറാതെ ഇവൻ കർത്താവിന് വേണ്ടി മുന്നേറുവാൻ സഭയായി ഞങ്ങൾ ഇവനെ തിരുമേനിക്ക് പ്രതിഷ്ഠിച്ച് അനുഗ്രഹിക്കുന്നു. മഹത്വം മുഴുവനും കർത്താവിനാകും. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കുഞ്ഞിനെന്തോ പേരിടുന്നേ? ജെയ്ഡൻ. മാതാപിതാക്കളുടെ താല്പര്യപ്രകാരം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജെയ്ഡൻ എന്ന് ഈ പൈതലിനെ ഞങ്ങൾ നാമകരണം ചെയ്യുന്നു. അതേ പിതാവാം ദൈവത്താൽ, പുത്രനാം ക്രിസ്തുവിനാൽ, പരിശുദ്ധാത്മാവാം ദൈവത്താൽ ജെയ്ഡൻ വാഴ്ത്തപ്പെടട്ടെ. അത് യേശുവിൻ്റെ നാമത്തിൽ. ഒരു കുഞ്ഞിനെ വളർത്തുവാൻ മാതാവിനും പിതാവിനും തുല്യ ഉത്തരവാദിത്വമുണ്ട് എന്ന് കാണിക്കേണ്ടതിനായി മാതാവിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഈ പൈതലിനെ വാങ്ങി പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. പത്യോപദേശത്തിലും ദൈവകൃപയിലും ദൈവാനുരൂപനായി വളർത്തുവാൻ ഇവർ കടംപെട്ടവരാണ്.
ഗ്രാൻഡ് പേരൻസും കുടുംബാംഗങ്ങളും കടംപെട്ടവരാണ്. കർത്താവേ, തിരുനാമത്തിൻ്റെ മഹത്വത്തിനായി ഞാൻ ഈ കുഞ്ഞിനെ ഒരു പ്രാവശ്യം കൂടി അനുഗ്രഹിക്കുന്നു. ജെയ്ഡൻ വാഴ്ത്തപ്പെടട്ടെ. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സഭയിലെ ശുശ്രൂഷകന്മാർ ദയവായി മുൻപിലേക്ക് വന്ന് ഈ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ കർത്താവിൽ അപേക്ഷിക്കുന്നു. അപ്പോൾ ഇതിനെ വളർത്തുവാനുള്ള കൃപ ദൈവം അവർക്ക് കൊടുക്കട്ടെ. ഈ സമയം മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് ഒരു സ്തോത്ര കാഴ്ചയും സഭ സ്വീകരിക്കുന്നതാണ്. പ്രാർത്ഥിക്കുന്ന കർത്തൃദാസൻ ആ ഏരിയയുടെ ചുമതല നോക്കുന്ന ആരാ? ഈ സ്തോത്ര കാഴ്ചയ്ക്ക് വേണ്ടിയും മാതാപിതാക്കൾക്ക് വേണ്ടിയും ദയവായി പ്രാർത്ഥിച്ചാലും. ഹല്ലേലൂയ. കർത്താവെ, തന്ന സമയത്തിനായി നന്ദി പറയുന്നു. പ്രത്യേകിച്ചും കർത്താവെ, ജേഡൻ മോനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. ഇത്രത്തോളം നടത്തി എല്ലാം വിടുതലും നൽകി സ്തോത്രം. കർത്താവെ, മകനെ ആരോഗ്യത്തോടെ ബലത്തോടെ നിർത്തിയതിനായി നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ സാന്നിധ്യത്താൽ ഈ മകൻ വളർന്നു വരട്ടെ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഈ മകനെ നിറയ്ക്കണമേ. യെസ്, അങ്ങയുടെ പ്രസൻസ്, യെസ് ലോർഡ്, ഷുഡ് ബി ദെയർ ഫോർ എവർ ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവെ, മാത്രമല്ല ആകാശിനെയും ബ്ലെസ്സിയെയും അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവർക്ക് കൊടുത്ത വിടുതലിനായി നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ. അവർ ഏൽപ്പിച്ച സ്തോത്ര കാഴ്ചയ്ക്കായി നന്ദി പറയുന്നു കർത്താവെ. ഈ കുടുംബത്തെ കർത്താവെ അങ്ങ് ധാരാളമായി അനുഗ്രഹിച്ച് കർത്താവെ, ലെറ്റ് ദം ബി ഫിൽഡ് വിത്ത് ദ ബ്ലെസ്സിങ്സ് ആൻഡ് പ്രോസ്പെരിറ്റി ആസ് അക്കോർഡിംഗ് ടു ദ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ്. കർത്താവെ, ദൈവത്തിൻ്റെ പൂർണ്ണ ഹിതപ്രകാരം കർത്താവെ ഇവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ദയവായി എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിലിരിക്കാം. നിങ്ങളും ഒരു പുസ്തകം കൂടെ നിങ്ങൾക്ക് തരുന്നുണ്ട്. ആദ്യം എൻ്റെ കൈ വരാഞ്ഞുകൊണ്ട് വിട്ടുപോയി. ദയവായി ഒരു കുഞ്ഞിനെ വളർത്താൻ ആവശ്യമുള്ള ഉപദേശങ്ങൾ ഇതിനകത്തുണ്ട്. സ്തോത്രം.